وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل من عليها فان ويبقى وجه ربك ذي الجلال والإكرام. وقال النبي صلى الله عليه وسلم: اللهم أنت الآخر فليس بعدك شيء وله البقاء فليس يدركه فناء إذ ليس مولانا العلي بالفاني ومخالف للخلق ليس كمثله شيء كما قد جاء في القرآن أي ليس ذا جرم ولا أرض ولا ذا لازم كتحيز بمكاني ما أن يقال الله أين ولا متى أو كيف أو ما يا أخ العرفان إذ كل ما بالبال يخطر ربنا بخلاف ذلك فاستمع لبياني وقيامه بالنفس لا لمخصص. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വന്ന വിഷയം അള്ളാഹുവിൻ്റെ ഖിദമിനെ കുറിച്ചാണ്. ഖദമല്ല അല്ലേ? ഖദമും ഖിദമും തമ്മിൽ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ഖദമും ഖിദമും തമ്മിൽ വ്യത്യാസം നാം മനസ്സിലാക്കണം. അള്ളാഹുവിന് ഒരു വിഭാഗം ആളുകൾ അള്ളാഹ്ക്ക് ഖദമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ അഖീദ പഠിപ്പിക്കുന്നത്, ഖദമുണ്ടെന്ന്. എന്നാൽ അഹ്ലു സുന്നത്തുൽ അശാഇറ വൽ മാതുരിദിയ്യ എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹു തആലക്ക് ഖദമുണ്ട് എന്നുള്ളതല്ല. അള്ളാഹു തആലക്ക് ഖദമു മുസ്തഹിലാണ്. കൈ താഴ്ത്തിക്കോളൂ എല്ലാവരും. അള്ളാഹു തആലക്ക് ഖിദമിനാണ് നാം സ്ഥിരപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഖിദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? 2-3 അർത്ഥം മഹാനായ മുസന്നിഫ് അവറുകൾ പറഞ്ഞു. 3 അർത്ഥം തന്നെയാണ്. ഉണ്ടാവലിന് തുടക്കമില്ല, ഇല്ലായ്മ മുൻകിടക്കാത്തത് തുടങ്ങിയ 3 അർത്ഥം മുസന്നിഫ് അവറുകൾ പറഞ്ഞു. എന്നാൽ നമുക്ക് വേറൊരു മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പദം കൂടി പറയാൻ പറ്റും. എന്ത്? ഖദീം എന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങൾക്ക് അതീതൻ. സ്ഥലകാലങ്ങൾക്ക് അതീതനായ അള്ളാഹു എന്ന് നമ്മൾ ഒരർത്ഥം പറഞ്ഞു അല്ലേ? അതെ, സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. എന്തുകൊണ്ട്? അള്ളാഹു താല ആണ് സ്ഥലത്തെയും കാലത്തെയും സൃഷ്ടാവാണ് അള്ളാഹു താല. അപ്പോൾ കാരണം ഈ കാലം എന്ന് പറയുന്നത് എന്താണ്? ഈ സമാൻ എന്ന് പറഞ്ഞാൽ, ഈ സമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കണമല്ലോ. സമയം എന്ന് പറഞ്ഞാൽ എന്ത്? എങ്ങനെയാണ് സമയം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് സമയം ഉണ്ടാകുന്നത്? ആർക്കും അറിയില്ല. സമയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സമയമുണ്ടാകുന്നത് സൂര്യചന്ദ്രാദിലെ സൂര്യൻ്റെ അതായത് ഗോളങ്ങൾ തിരിയുന്നത് കൊണ്ട് അല്ലേ? നമ്മുടെ ഭൂമിഗോളം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി എന്ന് മാത്രമല്ല, ഗോളങ്ങളെല്ലാം ഗോളത്തിൻ്റെ ചലനം കൊണ്ടാണ് സമയം ഉണ്ടാകുന്നത്. സൂര്യനുള്ളത് കൊണ്ടാണ് നമുക്ക് പകല് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലൂടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിക്ക് സ്വന്തം ഒരു കറക്കുണ്ട്, പിന്നെ വേറെ ഏത് കറക്കുണ്ട്? ഭൂമിക്ക് സ്വന്തം ഒരു കറക്കുണ്ട്, അത് സൂര്യന് ചുറ്റും അതും കറങ്ങുന്നത്. സൂര്യൻ്റെ ചുറ്റുള്ളായിരിക്കുന്ന കറക്കം ഒരു വട്ടം പൂർത്തിയാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഭൂമിയുടെ കറക്കം സൂര്യൻ്റെ ചുറ്റും ഒന്ന് പൂർത്തിയാക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഡേയ്സ് അല്ല, ഒരു വർഷം ഉണ്ടാകുന്നത്. ഒരു ദിവസം കൂട്ടിയ ഒരു കൊല്ലം ഉണ്ടാകുന്നത്. ഭൂമി
ഭൂമി സൂര്യന് ഒരു ചുറ്റ് പൂർത്തിയാക്കുമ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്നു. ഓക്കെ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു കറക്കം പൂർത്തിയാക്കുമ്പോൾ, ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ, ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെട്ട് അതേ പോയിന്റിൽ തിരിച്ചെത്തുമ്പോൾ എന്തുണ്ടാകുന്നു? രാപ്പകലുണ്ടാകുന്നു. അതെ, രാപ്പകലുണ്ടാകുന്നു. ശരി, ഒരു ദിവസം. അപ്പം ഭൂമി സൂര്യൻ്റെ ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്നത് കൊണ്ട് ഒരു വർഷമുണ്ടാകുന്നു. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം ഒന്ന് കറങ്ങുന്നത് കൊണ്ടിട്ട് എന്തുണ്ടാകുന്നു? ദിവസവും ഉണ്ടാകുന്നു. അപ്പോൾ ദിവസം കൂടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ദിവസങ്ങൾ. ഇങ്ങനെ എത്ര ദിവസം കഴിയണം? 300 ചില്ലാനം ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഒരു വർഷം ഉണ്ടാകുന്നത്, ഒരു സൂര്യൻ ചുറ്റും ഒരു ചുറ്റു പൂർത്തിയാക്കുന്നത്. അപ്പം ഈ സമയം എന്ന് പറയുന്നത്, അതെ, 365 ഉണ്ടാവില്ല, കുറച്ചുകൂടി 25 കാലല്ലേ. അപ്പോൾ പിന്നെ ഈ ഗോളങ്ങളുടെ കറക്കത്തിനനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ സമയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ 364.25 അതെ. അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചം ഉണ്ടായത് ഏതെന്നാണ്? സിംഗുലാരിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രം അതിന് പേരിട്ടത് എന്താ? സീറോ വോളിയം യൂണിവേഴ്സ്. ഇല്ലായ്മയിൽ നിന്ന്, സീറോ വോളിയമാണ്, ഒന്നുമില്ല, ഇല്ലായ്മയിൽ നിന്നാണ് അതുണ്ടായത്. നമ്മുടെ തലയിലൊരു മുടി, ആ മുടി അങ്ങ് പറിച്ച് നമ്മൾ നിലത്ത് വെച്ചിട്ട് അതിങ്ങനെ കഷ്ണിച്ച് ഏറ്റവും അവസാനം കിട്ടുന്ന കഷ്ണം, ആ ഒരു കഷ്ണത്തെ വീണ്ടും ലക്ഷക്കണക്കിന് പ്രാവശ്യം വീണ്ടും കഷ്ണിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിക്കണ്ട. അങ്ങനെ കഷ്ണിച്ചിട്ട് ലക്ഷക്കണക്കിന് പ്രാവശ്യം അത് വീണ്ടും കഷ്ണിച്ച് അവസാനം തന്മാത്ര കഴിഞ്ഞ് പിന്നെ ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം കാണുന്ന ആ ആറ്റം, മനസ്സിലായില്ലേ? പിന്നെ ആ അതിനേക്കാളും ചെറുത്. അപ്പോൾ നമുക്ക് ഭീമാകാരമായിരിക്കുന്ന ടെലിസ്കോപ്പ് വെച്ചുകൊണ്ടല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇല എടുക്കാനുണ്ടെങ്കിൽ ആ ഇലൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകൾ, അതിൻ്റെ ആറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനേക്കാളും ചെറുത് ഇത്രയും തരാനും ചുരുക്കം പറയുകയാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം അള്ളാഹു തആല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചം ഉണ്ടായത് മുതൽക്കാണ്, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറേയൊക്കെ. ഉണ്ടായത് മുതൽക്കാണ് ടൈം വരുന്നത്. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നു അതിന് മുമ്പ് സമയമില്ല, ശൂന്യതയില്ല, ആകാശങ്ങളില്ല, ഗോളങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, ഒന്നുമില്ല. സമയം എന്ന് പറയാൻ, ശൂന്യം എന്ന് പറയാൻ പോലും ഒന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഒരു ഇടം വേണ്ട. ശൂന്യം എന്ന് പറയാൻ ഒരിടം പോലുമില്ല. അങ്ങനത്തെ ഒരു ശൂന്യാവസ്ഥയെന്നാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുതൽക്കാണ് സമയം തുടങ്ങുന്നത്, അല്ലേ? അങ്ങനെ പ്രപഞ്ചം സൃഷ്ടിച്ച് പിന്നെ നമ്മുടെ ഈ സൗരയൂഥം ഉണ്ടായത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഈ ബിഗ് ബാങ് എന്ന് പറയുന്നതായ ഈ പൊട്ടിത്തെറി എന്ന് ഒരു പേര് വിളിക്കുന്നു. അവർ പൊട്ടിത്തെറിക്കാനൊരു സാധനങ്ങൾ വിചാരിക്കേണ്ട, അവിടെ ബോംബ് പൊട്ടിത്തെറിക്കുന്ന ബോംബ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചാണ്. അതേമാതിരി ഒരു സാധനം ഇല്ല, അവിടെ ഒന്നുമില്ലാത്തണ്ടായത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര മില്യൺ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൗരയൂഥം ഉണ്ടായത്? ഇന്നത്തെ ആധുനിക ശാസ്ത്രപ്രകാരമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാം ഉൾക്കൊള്ളുന്ന, ഭൂമി ഉൾക്കൊള്ളുന്നതായ പിന്നെ ഗ്രഹങ്ങളടങ്ങിയ ഈ സൗരയൂഥം ഉണ്ടായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചം, നമ്മുടെ ഈ പിന്നെ സൗരയൂഥം ഉണ്ടായത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 10,000 മില്യൺ ഒന്നുമില്ല, 460 മില്യൺ കേട്ടാ. അത്രയൊന്നും ഇങ്ങോട്ട് വേണ്ട, 10,000 മില്യൺ ഒന്നും. നമ്മൾ മൊത്തം പറഞ്ഞത് എത്രയായിരുന്നു? ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര പറഞ്ഞത്? പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര വർഷം നമ്മൾ പറഞ്ഞത്? അത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. അത് കാരണം അത് നമ്മളെ അഖീദയുടെ ഒരു ഭാഗം തന്നെയാണ്. പ്രപഞ്ചം ഉണ്ടായതാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് ശാസ്ത്രം ഏകദേശം ഒരു കണക്ക് 1370 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ശാസ്ത്രം എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം 1370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചമുണ്ടായി. അതിൻ്റെ ശേഷം 460 കോടി വർഷങ്ങൾക്ക് ശേഷം, അത് ഉണ്ടായിട്ട് 460 കോടി വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സൗരയൂഥം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ സൂര്യന് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ സൗരയൂഥട്ടോ
സൂര്യൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട് എന്നുള്ള പ്രപഞ്ചത്തിൽ. കോടിക്കണക്കിന്. നമ്മളിപ്പോൾ കാണുന്നത് എന്താ, നമ്മുടെ പഴയ കിതാബിൽ, ഈ ഇൽമുൽ ഫലക്കിൻ്റെ കിതാബിലും അതുപോലെ തന്നെ മുത്തക്കലിമീങ്ങളുടെ എല്ലാ ബഹസിലും ഈ സൂര്യൻ എന്നുള്ളത് അവരൊരു കുല്ലിജിൻ്റെ ഉദാഹരണമായി പറഞ്ഞിരുന്നെങ്കിലും അതിന് കൂടുതൽ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു ഉദാഹരണമായിട്ടാണ്. ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ, കൂടുതൽ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിരുന്നത് സൂര്യനെക്കുറിച്ചായിരുന്നു. അന്നത് രേഖപ്പെടുത്തിയ ആളുകൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരെന്ത് പറയും? ആ ഉദാഹരണം വാക്കും. കാരണം ഇന്ന് എത്രയോ പ്രകാശ വർഷങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന സ്ഥലം ഇന്ന് ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് മുഖേന ശാസ്ത്രജ്ഞന്മാർ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? കോടി വർഷങ്ങൾ പ്രകാശ വർഷം സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടുന്ന സ്ഥലം ഇന്ന് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് സൂര്യൻ, ബില്യൺ കണക്കിനുണ്ട് എന്നുള്ള സൂര്യന്മാർ തന്നെ. അതിൽപ്പെട്ട ഒരു സൂര്യനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ദിവസം കണക്കാക്കുന്നത് ഈ സൂര്യൻ്റെ ഈ കറക്കം, ഭൂമിയുടെ കറക്കം, സൂര്യൻ്റെ കറക്കം കൊണ്ടാണ്. അങ്ങനെയാണ് സമയം ഉണ്ടാകുന്നത് അല്ലേ? നമ്മളെ സമയത്തോളം സമയം കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ സമയം തന്നെ ഉണ്ടാവാൻ തുടങ്ങിയത്. സമയവും സ്ഥലവും ഒക്കെ എവൻസുകൾ മുഴുവൻ ഉണ്ടാവാൻ തുടങ്ങിയത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് ശേഷമാണ്. അപ്പോൾ അതിന് മുമ്പെന്തില്ല? അതിൻ്റെ മുമ്പ് എന്ന് പറയാൻ അതിന് മുമ്പത്തെ അവസ്ഥയിൽ ഒരു സമയം തന്നെ ഇല്ല, സമയവുമില്ല, സ്ഥലവുമില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ സമയബന്ധിതമായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവ് ഈ നിയമങ്ങൾക്ക് അതീതനായിരിക്കണം. സമയത്തെയും സ്ഥലത്തെയും സൃഷ്ടിക്കുന്നവൻ ഏതിൽ പെടാൻ പാടില്ല? അവൻ ആ സമയത്തിലും സ്ഥലത്തിലും അകപ്പെട്ടവൻ, അതിൽ പരിമിതപ്പെട്ടവനാവാൻ പാടില്ല. അതാണ് നമ്മൾ ഖദീം എന്ന് പറഞ്ഞാൽ. ഖദീം എന്ന് പറഞ്ഞാൽ അവൻ സ്ഥലത്തിനും സമയത്തിനും അതീതനാകുന്നു. കാരണം സമയത്തെയും സ്ഥലത്തെയും ആകുന്ന ഈ പ്രപഞ്ചം അള്ളാഹുവാണ് സൃഷ്ടിച്ചതെങ്കിൽ അവൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അവൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമാകാൻ പാടില്ല. അവൻ സൃഷ്ടിയിൽ നിന്ന് ഉന്നതനായിരിക്കണം. ഖുർആനിൽ ഒരു സൂര്യൻ ഒന്നാണെന്ന് പറയുന്നില്ല. സൂര്യൻ എന്ന് പറയുന്നുണ്ട്. അതാണ് സൂര്യൻ എന്ന് പറയുന്നത്. അശംസ് എന്നാണ് പറയുന്നത്. അശംസ് വൽ ഖമറു യസ്ജുദാൻ ഒക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് ഗോചരമാകുന്നതാണ്. പിന്നെ ജമ്മില്ല, പിന്നെ ഈ ഷംസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. പിന്നെ അത് ഒരു ഇസ്മി ജിൻസാണ്. അത് സൂര്യൻ എന്നുള്ള, അത് സൂര്യൻ ലോകത്തിലെ എല്ലാത്തിനും ഷംസ് എന്ന് പറയാം. ലോകത്തുള്ള സർവ്വത്തിനും ഷംസ് എന്ന് പറയാം. എല്ലാ ഇതിനും ഷംസ് എന്ന് പറയാം. പിന്നെ മാത്രമല്ല, പിന്നെ നോക്ക്, നമ്മൾ ഇതിപ്പോൾ മുമ്പ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ മറ്റ് പ്രപഞ്ചം, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും സൃഷ്ടികളെയും വബസ്സ ഫീഹിമാ മിൻ കുല്ലി ദാബത്തിൻ, അല്ലാഹു ഖലഖ സമാവാതി വൽ അർള വബസ്സ ഫീഹിമാ മിൻ കുല്ലി ദാബത്തിൻ. എന്താ ഈ ഫീഹിമ എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കണം. വബസ്സ ഫീഹിമ എന്ന് പറഞ്ഞാൽ ആകാശ ഭൂമികളിൽ അല്ലാഹു തആല ജീവികൾ അല്ലാഹു വ്യാപിപ്പിച്ചെന്ന് പറഞ്ഞത്. ഭൂമിയിൽ മാത്രമുള്ള ജീവികൾ ഉള്ളത് എവിടെയുണ്ട്? ഫീഹിമ എന്നാ ഖുർആനിൽ, വബസ്സ ഫീഹിമാ മിൻ കുല്ലി ദാബ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്തിലും ഭൂമിയിലെല്ലാം തന്നെ എന്തുണ്ട്? ദാബത്ത്. ഇന്നിപ്പോൾ പിന്നെ ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ മുസ്ലിങ്ങളാണ്, നമുക്ക് പിന്നെ ഭൂമിയിൽ മാത്രമേ ജീവികളുള്ളൂ, മറ്റ് ഗ്രഹങ്ങളിലൊന്നും തന്നെ ജീവികളില്ല എന്ന് നമുക്ക് ഖുർആൻ വിശ്വസിക്കുന്ന നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? മറ്റ് ഗ്രഹങ്ങളിലൊന്നും ഒരു ജീവിയില്ല, ജീവി നിലനിൽക്കാൻ പിന്നെ സാധ്യമല്ല എന്ന് നമുക്ക് ഖുർആൻ വിശ്വസിക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വബസ്സ ഫീഹിമാ, ആകാശഭൂമികളിൽ എന്നാ പറഞ്ഞത്. വബസ്സ ഫീഹിമാ മിൻ കുല്ലി ദാബത്തിൻ. ഉണ്ടോ? എല്ലാ ദാബത്തുകളെയും, എല്ലാ ജീവികളെയും ആ ആകാശഭൂമികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തബ്സീസ് ചെയ്തിട്ടുണ്ട്, വ്യാപിപ്പിച്ചിട്ടുണ്ട്. തന്നെ അവർ ശരിവെച്ചു. മാത്രമല്ല, ഇതിൻ്റെ തഫ്സീർ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഫിത്നയിലായി പോകും, നിങ്ങൾ കാഫിറാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ഞാൻ ഇതിൻ്റെ നിർവചനം, അതിൻ്റെ പിന്നെ തഫ്സീർ പറഞ്ഞാൽ വബസ്സ ഫീഹിമാ എന്നുള്ള തഫ്സീർ പറഞ്ഞാൽ നിങ്ങൾ എന്താകും? നിങ്ങൾ കാഫിറായി പോകും, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അന്നത്തെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പരിസ്ഥിതി അല്ല, അവരുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. പക്ഷേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിലർക്ക്, അത് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനിയും ആധുനിക ശാസ്ത്രം, പരിശുദ്ധ ഖുർആനും ഹദീസുകളും
സഹിഹ ഹദീസുകളൊക്കെ എടുത്തിട്ട് അവർ ഗവേഷണ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ 4% മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി 96% നമുക്ക് അജ്ഞാതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ ഇന്ന് മനുഷ്യനുണ്ടെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന് ആഖിറത്തിൻ്റെ കാര്യമല്ല. അത് നമ്മുടെ നിരീക്ഷണ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമല്ല. ആലിമുൽ ഗൈബ് ആലിമു ഷഹാദ തന്നെ തീർച്ചയായിട്ടും അതിന് 4% മാത്രമേ ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിങ്ങോട്ട് കുറച്ച് കിടക്കുക. എന്തെങ്കിലും ലേശമൊക്കെ ഒരു ഭാഗം കടിച്ചപ്പോഴത്തേക്ക് അല്ലേ, കല്ലായിപ്പാലം മാജിക്കുകാരൻ കല്ലായിപ്പാലത്തിൻ്റെ ഒരു ഭാഗം കടിച്ചപ്പോഴത്തേക്ക് ആളുകൾ എന്ത് മനസ്സിലാക്കി? കല്ലായിപ്പാലം മിണിങ്ങിയെന്ന് മനസ്സിലാക്കി. അതിൻ്റെ മേലെ തെങ്ങുമ്മ കയറുന്നവരാണ് കടിച്ചിട്ടില്ല, അയാളെ പാലത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ടുള്ളൂ, പാലത്തിൻ്റെ ചെറിയൊരു ഭാഗം. അപ്പോൾ അത് പറയാൻ ഈ തെങ്ങിന് മുകളിൽ കയറി നിന്ന് പറയാൻ നമുക്ക് കഴിയണം. ഈ നിരീശ്വരവാദികളോട് ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞു, ദൈവത്തിന് ഇനി ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദികളോട് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ പരിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കണം. അപ്പോൾ അതാണ്. പിന്നെ ഇതിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട എന്ത് പറഞ്ഞു? ഈ അബ്ദുസലാം സുലൈമിനെ പോലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്കലാനി റഹിമഹുള്ള ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിലായിട്ട് ഒരു വിഷയം പറഞ്ഞിരുന്നു. എന്താണിത്? നിങ്ങളുടെ ഭൂമി പോലെയുള്ള ഭൂമിയും നിങ്ങളുടെ ആകാശം പോലെയുള്ള ആകാശവും നിങ്ങൾ ആദമിനെ പോലെയുള്ള ആദമും നിങ്ങൾ ഈസയെ പോലെയുള്ള ഈസയും നിങ്ങളുടെ മറ്റ് പ്രവാചകന്മാരെ ഉൾക്കൊള്ളുന്ന മറ്റൊരു പ്രപഞ്ചമുണ്ട്, മറ്റൊരു ലോകമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. അതിൻ്റെ സനദ് സഹീഹാണെന്ന് ആര് പറഞ്ഞു? ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു. ഈ കാരണവർക്ക് ഈ സുല്ലമിനെ പോലുള്ള ആയിരിക്കുന്ന ബിദ്അത്ത് തലക്ക് പിടിച്ച ആളുകളൊക്കെ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സഹിയാന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് എതിരായിട്ട് ഉദ്ധരിക്കുന്നത് ഏതാണ്? ഈ സംഭവത്തെയാണ്. നിങ്ങൾ ആദമിക്കും നിങ്ങളെപ്പോലുള്ള ആയിരിക്കുന്ന നിങ്ങളുടെ ആദനബിയെ പോലുള്ള ആയിരിക്കുന്ന ഒരു ആദനബി, അതുപോലെ നിങ്ങളുടെ ഈസാ നബി അലൈഹി സ്വലാമിനെ പോലുള്ള ആയിരിക്കുന്ന ഒരു ഈസാ നബി തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ അതാണ് ഈ ബസഫീഹിമ മിൻ കുല്ലി ദാബത്തിൻ. ഈ ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ തന്നെ എല്ലാ ദാബത്തിനെയും വ്യാപിപ്പിച്ചു എന്നുള്ളതിൻ്റെ തഫ്സീറിൽ മഹാനവർ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതവർക്ക് ബുദ്ധിക്ക് സാധിക്കാൻ പറ്റുന്നില്ല, അവരെ മരടിച്ച ഈ അസുഖം ബാധിച്ച ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സഹിയാക്കിയതൊക്കെ നിങ്ങൾ സഹിയാണെന്ന് പറയുമോ എന്ന് പറഞ്ഞാൽ അയാൾ ബുക്കിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അയാളിൻ്റെ അടുത്ത് ഇതാ ബുക്ക്, അയാളുടെ തൗഹീദ് സമഗ്ര വിശകലനം എന്നുള്ള ആ ബുക്കിൽ ഇതാണ് തെളിവെടുത്തത്. അപ്പോൾ ഇവർ ശാസ്ത്രത്തിനും എതിരാണ്, ഖുർആനും ഹദീസും അതിനും എതിരാണ്, സ്വന്തം ബുദ്ധിക്കും എതിരാണ്, എല്ലാത്തിനും എതിരാണ്. ഇവരുടെ ഹവൻ്റെ അടിമകൾ, ഹവൻ നഫ്സിൻ്റെ അടിമകളാണ് ഇവർ, വേറൊന്നുമല്ല. അപ്പോൾ ഈ ഹദീസിനൊക്കെ വലിയ കോളായിട്ട് എന്ത് ചെയ്തതാണ്? അയാൾ എതിർത്തുകൊണ്ട് അയാൾ സംസാരം. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്ത് തന്നെയാണ്? ചില ഹദീസുകളൊക്കെ ചില ലൈഫാക്കപ്പെട്ട ചില ഉസൂലുകൾക്കെതിരാണെന്ന് ധരിച്ചുകൊണ്ട് ലൈഫാക്കപ്പെട്ടതായിരിക്കുന്ന ചില ഹദീസുകളൊക്കെ വീണ്ടും നമുക്ക് പരിശോധിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരും, യാതൊരു സംശയക്കാർക്കില്ല. ചില ഹദീസുകളൊക്കെ നമ്മുടെ ഉസൂലുകൾക്ക് എതിരാണെന്നുള്ള നിലക്ക് ലൈഫാക്കപ്പെട്ട ചില ഹദീസുകളൊക്കെ പിൽക്കാലത്ത് തീർച്ചയായിട്ടും അതൊക്കെ പുനഃപരിശോധിക്കേണ്ടി വരും. ഉസൂലുകൾക്കെതിരാണെന്ന് ധരിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഉസൂലുകൾക്കെതിരുണ്ടാവില്ല ചിലതൊക്കെ. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഹദീസുകൾ, ഇത്തരം ഹദീസുകൾ അതൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം ശരിയാണെന്ന് തന്നെയാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലാവട്ടെ പോട്ടെ. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നമുക്ക് ഇന്ന് നമ്മുടെ വയസ്സും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയബന്ധിതമായ നിലക്കാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ഈ സൗരയൂഥം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഉള്ളത് കൊണ്ടാണ്. അപ്പം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ സമയത്തിനിക്ക് സമയത്തിനിക്ക് എന്തായിരിക്കണം? സമയത്തിൻ്റെ ഒരു ഭാഗമാകാൻ പാടില്ല. സമയത്തിന് അവൻ അതീതമായിരിക്കണം. ഒരിക്കലും അതിൽ പെട്ടതാൻ പാടില്ല. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്നവൻ ആ സൃഷ്ടിയുടെ ഭാഗമാവരുത്. അവൻ അതിൻ്റെ പുറത്തുള്ള ഒരു ശക്തിയായിരിക്കണം അതിനെ ഒരു വസ്തുവിനെ സൃഷ്ടിക്കുന്നത്. സ്വന്തമായിട്ട് സ്വന്തം ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഖദീമാണെന്ന് പറഞ്ഞാൽ അവൻ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് എന്നൊരർത്ഥം കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നേരർത്ഥം അതല്ലെങ്കിലും എങ്ങനെ അങ്ങോട്ട് വെക്കാം, നമുക്ക് സ്ഥലകാലങ്ങൾക്ക് അവൻ അതീതനാകുന്നു എന്നാണ്. കാരണം
ഖിദം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഇതിലെ സമാനും മക്കാനും കാനൂൻ അവനക്കില്ലാത്തവെന്നുള്ളതാണ്. സമാൻ ഉണ്ടാകുമ്പോഴാണല്ലോ ഇന്ന സമയത്ത് അള്ളാഹു ഉണ്ടായതെന്ന് പറയേണ്ടതുള്ളൂ. സമാൻ എന്നുള്ളത് അള്ളാഹുവിന് ബാധകമാണെങ്കിൽ അള്ളാഹു താല പിന്നെ ഇന്ന കാലഘട്ടത്തിന് അള്ളാഹു ഉണ്ടായതെന്ന് പറയേണ്ടി വരും. അപ്പോൾ സമാൻ അള്ളാഹു താലക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവനുണ്ടായതിന് തുടക്കമില്ല എന്ന്. അതാണ് ഖദീമിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ബക്കാവിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബക്കാ എന്ന് പറയുന്ന ഒരു സെൽബിയായ സിഫത്തുണ്ട്. സെൽബിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മഹത്തായ സത്തയെ തൊട്ടുകൊണ്ട് അനുയോജ്യമല്ലാത്ത അർത്ഥത്തെ നഫി ചെയ്യുന്ന ഇല്ലാതാക്കുന്ന സിഫത്തുകൾക്കാണ് സെൽബിയാ സിഫത്തുകൾ. അവകൾ 5 എണ്ണമാണ്. അതിലൊന്നാണ് ഖിദം. അതുപോലെ തന്നെ രണ്ടാമത്തത് ബക്കാ, മൂന്നാമത്തത് മുഖാലിഫുൽ ഹവാദിസി, നാലാമത്തത് വഹദാനിയത്ത്, അഞ്ചാമത്തത് ഖിയാമും ബിൻ നഫ്സ്. ആരും മറന്നു പോരുത്, നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. അറബി പദങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഖദീമിൻ്റെ അർത്ഥം നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇനി ബക്കാവിൻ്റെ അർത്ഥമാണ് നാം വിശദീകരിക്കാൻ പോകുന്നത്. അല്ലാഹു തആല പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും, എല്ലാ വസ്തുക്കളും നശിക്കും. നശിക്കും എന്ന് പറഞ്ഞാൽ നാശത്തിനെ സ്വീകരിക്കുന്നതാണ്. ചിലത് നശിക്കാത്തതുണ്ട്. എത്ര വസ്തുക്കളുണ്ട് നശിക്കാത്തത്? രണ്ടാമത്തെ ഊത്തുകൊണ്ട് നശിക്കാത്ത എത്ര വസ്തുക്കളുണ്ട്? ആർക്കെങ്കിലും പറയാൻ കഴിയും? നമ്മുടെ ക്ലാസ് ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്ര വസ്തുക്കളുണ്ട് ഈ നശിക്കാത്തത്? എത്ര വസ്തുക്കളുണ്ട് നശിക്കാത്തത്? ആർക്കും ഉത്തരമില്ല. കേൾക്കുന്നില്ലേ? ഈശയില്ലല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. നശിക്കാത്തത് ഒന്നേ ഉള്ളൂ. അതാ ഒന്നേതാണ്? 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 റൂഹ്. അള്ളാഹു. അള്ളാഹ് നമ്മൾ ഇതിൽ കൂട്ടണ്ട. അള്ളാഹ് നമ്മൾ ഇതിൽ കൂട്ടേ വേണ്ട. അതല്ലാത്തതാ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? റൂഹ് ഇവിടെ ഒന്നെന്ന് പറഞ്ഞതിന് റൂഹിന് മറുപടിയും കിട്ടി. പക്ഷെ ഒന്നല്ല, റൂഹ് മാത്രമല്ല, 7 സാധനങ്ങൾ നശിക്കാത്തതായിട്ടുണ്ട്. അപ്പോഴോ 7 സാധനങ്ങൾ നശിക്കാത്തതുണ്ട്. എണ്ണിക്കോളി. 1 അർഷ്, മറ്റൊന്ന് കുർസി, മറ്റൊന്ന് ലൗഹുൽ മഹ്ഫൂദ്. അപ്പോൾ തന്നായി 3 അല്ലേ? കലം. അപ്പോൾ അർഷ്, കുർസി, ലൗഹ്, കലം, പിന്നെ സ്വർഗം, നരകം, റൂഹ്, ആത്മാവുകൾ എന്നൊരു അഭിപ്രായമാണ്. അപ്പോൾ അല്ല, ഇതിൽ കൂടും. 9 എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. 9 പറഞ്ഞ ആളുകളുണ്ട്. ആത്മാക്കൾ. അതുപോലെ തന്നെ അജുബ് സനബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശരീരത്തിൽ നിന്ന് നശിക്കാത്ത എല്ലുണ്ടാവുന്ന പറയാലോ, നശിച്ചുപോല. അപ്പോൾ ഇങ്ങനെയുള്ള 7 വസ്തുക്കൾ അല്ലെങ്കിൽ 8, ഈ വസ്തുക്കളൊന്നും തന്നെ നാശം ഉണ്ടാവും, എല്ലാത്തൊക്കെ നശിക്കും. അപ്പോൾ കുല്ലുമൻ അലിഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതോ? അപ്പോൾ എല്ലാം നശിക്കും എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അല്ലേ? അപ്പോൾ എല്ലാം നശിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ സത്തയിലേക്ക് നോക്കുമ്പോൾ എല്ലാം നശിക്കും. അതിന് നാശം ജായിസാണ്. പക്ഷേ അത് നശിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? അത് അല്ലാഹു തആല നശിക്കണ്ടെന്ന് അല്ലാഹു തആല ഇറാദത്ത് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ആ ഇറാദത്ത് കൊണ്ട് നശിക്കാതിരിക്കുക എന്നതിൽ കവിഞ്ഞ് സ്വന്തമായ നിലയ്ക്ക് അതിന് പിന്നെ നാശം ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാം നാശോന്മുഖം തന്നെയാണ്. അതൊരു സംശയമില്ല. ഇനി ഒരു കാര്യം, ഇനിയിപ്പോൾ സംശയം, അള്ളാഹുവിൻ്റെ ബക്കാവിനെ കുറിച്ച് നമ്മൾ പറയാം. അള്ളാഹുവിന് ബക്കാവ് എന്ന് പറയുന്ന, അതായത് ബക്കാവിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. എന്താണ് ബക്കാവ്? ഖിദമ് പറഞ്ഞ എന്താണ്? ഖിദമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടായതിനിക്ക് തുടക്കമില്ല എന്ന്. അപ്പം ബക്കാവ് എന്ന് പറഞ്ഞാലോ അവൻ നിലനിൽക്കുന്നതിനിക്ക് അറ്റമില്ല എന്ന്. ബാഖിൻ ബിലാ നിഹായ. മനസ്സിലായില്ലേ? ഖിദമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടായതിനിക്ക് തുടക്കമില്ല എന്നാകുമ്പോൾ ബക്കാവ് എന്ന് പറഞ്ഞാൽ അവൻ നിലനിൽക്കുന്നതിനിക്ക് ഒരു അറ്റവും ഇല്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു തആല ഏതിനും വിധേയനല്ല. സ്ഥലത്തിനും കാലത്തിനും വിധേയനല്ല. അതുകൊണ്ട് അവന് പിന്നെ ഏത് വാദിക്കില്ല. അവന് ഇത്ര കാലം വരെ എന്നൊരു കാലം അവനിക്കില്ല തന്നെ. അതുകൊണ്ട് കാലത്തെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. കാലത്തെ സൃഷ്ടിച്ചവനായതുകൊണ്ട് അവന് നിലനിൽപ്പിനിക്ക് യാതൊരു അറ്റവുമില്ല. അതാണ് ബാഖി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ റബ്ബ് എല്ലാ വസ്തുക്കളും നശിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എല്ലാം പെട്ടിട്ടോ ഈ അർത്ഥപ്രകാരം അതെല്ലാം പെട്ട് എല്ലാം നാശത്തിനെ സ്വീകരിക്കുന്നതാണെന്ന് വെക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. എല്ലാം നശിക്കുന്നതിനെ സ്വീകരിക്കല്ലോ അല്ലേ? അള്ളാഹു അല്ലാത്ത സർവ്വ സാധനങ്ങളും നാശത്തെ സ്വീകരിക്കുന്നതാണ്.
പക്ഷേ ചിലത് സ്വീകരിക്കാത്തത് അള്ളാഹു തആല നശിക്കണ്ട എന്ന് കരുതിയത് കൊണ്ട് മാത്രം, അള്ളാഹു തആല ഇറാദത്ത് മുൻകടന്നത് കൊണ്ടാണ് നശിക്കാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ സത്തയിലേക്ക് നോക്കുമ്പോൾ അതും നശിക്കുന്നത് തന്നെയാണ്. ലോഹു നശിക്കും, കലമും നശിക്കും, അതുപോലെ അർശും കുർസിയും അർവാഹുകളും എല്ലാം നശിക്കും. അതെന്ന് വെച്ചാൽ നാശത്തെ സ്വീകരിക്കുന്ന പക്വതയിലാണ് അതുള്ളത്. നാശത്തെ സ്വീകരിക്കുന്ന പക്വതയിലാണ് അതുള്ളത്. നശിക്കാതിരിക്കുന്നത് അള്ളാഹു തആല അതിന് ബഖായിനെ ഇറാദത്ത് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ സംശയം തീർന്നല്ലോ. അപ്പോൾ ആയത്തുമായിട്ട് എന്തില്ല, എന്നതിന് വിരോധമല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ എന്ന് പറയാൻ എല്ലാ വസ്തുക്കളും നശിക്കും എന്ന് പറയുമ്പോൾ ഹുക്കുമിൽ ആദമിന്റെ ഹുക്കുമിലാണ് അതൊക്കെ. ഇല്ലായ്മയുടെ വിധിയാണ് ഇതിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായ നിലക്ക് അതിരിക്കും നിലനിൽപ്പ്. അതിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹു കൊടുത്തിട്ടാ. അർശ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു തആല അത് നിലനിർത്താൻ അള്ളാഹു തആലാന്റെ ഇറാദത്തുള്ളത് കൊണ്ടാണ് അർശ് നിലനിൽക്കുന്നത്. കുർസി നിലനിൽക്കുന്ന അള്ളാഹു തആല അതിന് നിലനിൽപ്പ് കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ഈ നിലനിൽപ്പ് അള്ളാഹു കൊടുക്കുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകും, യാതൊരു സംശയമില്ല. ഈ പ്രപഞ്ചം മുഴുവനും എല്ലാറ്റിനും അള്ളാഹു നിലനിൽപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ നിമിഷത്തിലുള്ള നമ്മളല്ല ഇപ്പോൾ നമ്മളുള്ളതെന്നാ ഇന്നത്തെ ശാസ്ത്രം പോലും പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ അത്രമാത്രം മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കും. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വാസമാവോ? നമ്മുടെ പിന്നെ ഫേസിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനും നിങ്ങളുമാ തിരിച്ചറിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അടിമുടി എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ കഴിഞ്ഞതല്ല അടുത്ത നിമിഷത്തിൽ അതിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എല്ലാ സർവ്വസാധനങ്ങളും അങ്ങനെ അതൊക്കെ അതിൻ്റെതായ ശരിയായ രീതിയിൽ അങ്ങോട്ട് കാണുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അമ്പരന്ന് പോകും. ഈ കഴിഞ്ഞ ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ നമ്മളല്ല ഇപ്പോൾ നമ്മൾ അത് മറ്റൊന്നായി തീർന്നിട്ട് ഈ അടുത്ത മിനിറ്റിൽ വരാനിരിക്കുന്നത് വേറെ രൂപത്തിലായിരിക്കും. അടിക്കടി അള്ളാഹുവിൻ്റെ നിഅമത്ത് ഈജാദ്, അതുപോലെ പിന്നെ നിഅമത്തുൽ ഇംദാദ് എന്ന് പറയുന്ന അതിങ്ങനെ മദത് ഇങ്ങനെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കാം, അടിക്കടി മാറിക്കൊണ്ടിരിക്കാം. അള്ളാഹു തആല വഹും ഫീ ഖൽഖിൻ ജദീദ് ഒരായത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ ഓരോ സൃഷ്ടിപ്പിലാണ് നമ്മൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റത്തിന് വിധേയമായി കൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ കുല്ലുമൻ അലൈഹാ ഫാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും നശിക്കും. ചിലത് ശരിക്കും നശിച്ചു പോകും, ചിലത് നാശത്തിന്റെ ഹുക്കുമിലാണ്. അത് പെട്ടതാണ് ഈ 7 കാര്യങ്ങൾ. അതും യഥാർത്ഥം നശിക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആയത്തിന് ഒരു പ്രയാസമില്ലാത്ത ആയത്തിന്റെ ശരിയായ അങ്ങനെ തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ. അപ്പോൾ നാശമില്ലാത്ത ബിദ്ദാത്ത് സത്തയിലേക്ക് നോക്കിക്കൊണ്ട് നാശമില്ലാതിരിക്കുന്ന ഏക ഒരു ശക്തി അല്ലെങ്കിൽ ഏക ഒരു ഷൈഅ് അള്ളാഹു മാത്രമാകുന്നു. വയബ്ഖാ വജ്ഹു റബ്ബിക, ഓ പ്രവാചകരെ, അവിടുത്തെ നാഥൻ്റെ റബ്ബിൻ്റെ സത്ത മാത്രം അവശേഷിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ലാത്ത ഈ ലോകം പ്രപഞ്ചവും വായുവും അന്തരീക്ഷവും ഒന്നുമില്ലാത്തൊരവസ്ഥ നോക്കി. ഒന്നുമില്ല, വെറും ശൂന്യതയില്ല. ശൂന്യത എന്ന് പറയുന്നത് ഇടം വേണ്ട, അതുമില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു തആലക്ക് ബാക്കിയാവുകയും ചെയ്യും. നമുക്കൊക്കെ തന്നെ നാശത്തിൻ്റെ ഹുക്കുമിലാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നതാണ്? അള്ളാഹു തആല അവിടെ ബാക്കിയാവും. അവൻ്റെ അർശിൻ്റെ എന്താണ് അപ്പോൾ കുല്ലുമൻ അലൈഹാ ഫാൻ എല്ലാകളും, അതായത് പിന്നെ എല്ലാ വസ്തുക്കളും അർശിൻ്റെ സാത്ത് മനസ്സിലായില്ല, എന്താണ് ഇതൊന്നും മനസ്സിലായില്ല. എല്ലാ വസ്തുക്കളും ആദമിൻ്റെ ഹുക്കുമിലാണ്, അത് ഉറപ്പാണല്ലോ. ഓക്കെ, അള്ളാഹു മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഅ. അല്ലാഹുവേ നീയാണ് ആഖിർ, അല്ലാഹുവേ നീയാണ് ആഖിർ, നിനക്ക് ശേഷം ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ആ നിലനിൽപ്പിന് യാതൊരു അറ്റവുമില്ല. ഖുർആനിൽ പറഞ്ഞു ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. അല്ലേ, ഹുവൽ അവ്വലു എന്താ അർത്ഥം? എന്താ ഹുവൽ അവ്വലു എന്ന് പറഞ്ഞാല്? അവനാണ് അവ്വല്. അതിൽ തന്നെ എത്ര മറുപടി ഉണ്ട് ഖുർആന്റെ. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ പ്രയോഗങ്ങൾ ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനാണ് അവ്വല്. അപ്പോൾ പിന്നെ ഗ്രീക്ക് ഫിലോസഫർമാരുടെയും അതുപോലെ എല്ലാ ഭൗതികവാദക്കാരുടെയും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദക്കാരുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിലോസഫികളിൽ നിന്നുപെട്ട ചിലരുടെയും അഭിപ്രായമാവുന്ന ഈ പ്രപഞ്ചം ഖദീമാകുന്നു എന്നുള്ളതിന് മറുപടിയായി തന്നെ ഹുവൽ അവ്വലു, അള്ളാഹുവാണ് അവ്വല് എന്ന്. പ്രപഞ്ചമല്ല, പ്രപഞ്ചത്തിന് അവ്വലുണ്ട്. അല്ല, പ്രപഞ്ചത്തിന് ഉണ്ടാകാൻ തുടക്കമുണ്ട്. അവ്വൽ എന്ന് പറയാൻ അലൽ ഇത്ലാഖ് മുത്ലഖൻ അവ്വല്, നിരുപാധികമായിരിക്കുന്ന ഒന്നാമത്തവൻ, ആദ്യമുള്ളവൻ. ആദ്യം എന്ന് പറയണമെങ്കിൽ ഒരു സമയമാണല്ലോ, അതുകൊണ്ടാണ് സമയം അള്ളാഹു തആലക്ക് ബാധ്യമല്ലാത്തത് കൊണ്ടാണ് അവനുണ്ട്, അതിന് തുടക്കമില്ല നമ്മൾ പറയുന്നത്. ഹുവൽ അവ്വൽ, അള്ളാഹു മാത്രമാണ് അവ്വല്, വേറെ പ്രപഞ്ചത്തിന് അങ്ങനെയൊന്നുമില്ല. ഇബ്നു തൈമിയ്യ വരെ പറയുന്നുണ്ട്.
എന്ത് ഇന്നുള്ള ലോകം ഈ പ്രപഞ്ചമൊക്കെ പുതുതായി തന്നെയാണ്, സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതിന് മുമ്പ് വേറൊരു പ്രപഞ്ചം ഉണ്ടായിന്, അത് അതിന് നശിക്കുന്നതിന് മുന്നേ, അത് ഉണ്ടാക്കുന്നതിന് മുന്നേ വേറെ പ്രപഞ്ചം. അത് അങ്ങനെ പിന്നെ പ്രപഞ്ചം ഇല്ലാത്ത ഒരു സെക്കൻഡ് ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞന്മാരുടെ ആ ഫിലോസഫിയാണ് മുപ്പുറ നിലയിൽ. ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. ഹദീസിന് എന്താ എതിര്? ഇവിടെ പറഞ്ഞല്ലോ, ഫലൈസ ബഅദക ശൈ, അല്ലാഹുമ്മ അൻതൽ ആഖിർ, പടച്ചവൻ ഇനിയാണ് ആഖിർ, അതിൻ്റെ ശേഷം ഒന്നുമില്ല. മാത്രമല്ല വേറെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാന അല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറുഹു, കാന അല്ലാഹു തആല ഉണ്ടായിരുന്നു, വലം യകുൻ ശൈഉൻ ഗൈറുഹു, അല്ലാത്ത ഒരു ഷൈഅ് ഒന്നുമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത, അള്ളാഹു ഒഴിച്ചിട്ട് ഒന്നുമില്ലാത്തതായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് ബുഖാരിന്റെ ഹദീസാണ്. അപ്പോൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് ആളെന്ത് വിശ്വസിക്കുന്നു? അയാളും അയാളുടെ അനുയായികളും ആ ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ആളുകളൊക്കെ തന്നെ, പേര് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നാട്ടിലെ മൗലവിമാരടക്കം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർ എന്തെങ്കിലും എതിര് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. കാരണം അവർ പറഞ്ഞത്, ഇയാൾ പറഞ്ഞത് അവർക്ക് വേദവാക്യം. അതുകൊണ്ട് തന്നെ അവരും വിശ്വസിക്കുന്നത് എന്തായിരിക്കണം? ഈ പ്രപഞ്ചത്തിന് ഇല്ലാത്തൊരു സമയം കഴിഞ്ഞു പോയിട്ടില്ല എന്നായിരിക്കണം. എന്നാൽ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധ ഖുർആൻ ഹദീസുകൾക്കൊക്കെ എതിരാകുന്നു ഏത്? അവിശ്വാസം. ഹുവൽ അവൽ, അല്ലാഹു മാത്രമാണ് അവല്, വൽ ആഖിറു. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അൽ ബഖാ എന്നുള്ളതിന്റെ അർത്ഥം ഹുവൽ അവൽ വൽ ആഖിർ. ഈ വൽ ആഖിറിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. അവന് നിലനിൽക്കുന്നതിന് യാതൊരു അവസാനവുമില്ല, യാതൊരു അവസാനമില്ല. മനസ്സിലായില്ലേ? അപ്പം അല്ലാഹു തആല ബാക്കിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ഉണ്ടാവുന്നതിന് ഒരു അവസാനം. അപ്പോൾ വേറെ ചോദ്യം, ഈ ചോദ്യം, ഇതിന് മറുപടി നിങ്ങൾ എഴുതണം. ഇത് ഒരുപാട്, അതായത് ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മളെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവർക്ക് ശരിക്കും എന്താ അഖീദ തിരിഞ്ഞിട്ടില്ല, തൗഹീദ് തിരിഞ്ഞിട്ടില്ല. തൗഹീദ് അഖീദും തിരിയാതെയാണ് അവരെന്ത് ചെയ്യുന്നത്? പിന്നെ തൗഹീദിൻ്റെയും അഖീദയുടെയും ആളുകളായി ചമയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത്, അപ്പോൾ അള്ളാഹുവിനാണ് ബഖാവ് എന്ന് പറഞ്ഞു, അള്ളാഹു തആലയാണ് ബാക്കിയുള്ളവൻ. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്വർഗവും നരകവും, ഈ പറഞ്ഞ 7 കാര്യങ്ങളുണ്ടല്ലോ, ലൗഹുൽ മഹ്ഫൂദ്, അതുപോലെ അർശ്, കുർസി, അർവാഹ്, അജ്ബുദ് ദനബ്, അതുപോലെ പിന്നെ സ്വർഗം നരകം. ഈ സ്വർഗവും നരകവും അത് നശിക്കുമോ? നശിക്കില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയും അള്ളാഹു തആല നശിക്കൂല. അള്ളാഹു തആലക്ക് ബഖാവുണ്ട്, സ്വർഗത്തിനും ബഖാവുണ്ട്. അള്ളാഹു തആലക്ക് ബഖാവുണ്ട്, സ്വർഗത്തിനും ബഖാവുണ്ട്. അള്ളാഹു നശിക്കൂല, സ്വർഗവും നരകവും അതിലുള്ള നിഅമത്തുകളും നശിക്കൂല. അപ്പോൾ ഇതിൽ അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കൽ വരൂലേ? ഇങ്ങനെ വിശ്വസിച്ച പങ്കു ചേർക്കൽ വരൂലേ? ഇത് നമ്മൾ അഖീദാണ് കേട്ടോ. ഏത് അഖീദാണ്? സ്വർഗവും നരകവും ഒരിക്കലും നശിക്കൂല എന്നുള്ളത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. നമ്മൾ തഹാവിയൊക്കെ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അഖീദയുടെ ഭാഗമാണിത്. സ്വർഗവും നരകവും അതിൽ അനുഗ്രഹങ്ങൾ ഒരിക്കലും നശിച്ചു പോകൂല. അതിപ്പോൾ ആൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണ്. വലാ യബീദാനി വലാ യഫ്നയാൻ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗവും നരകവും നശിക്കൂല, അതെന്നുമെന്നും നിലനിൽക്കും. അത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു തആലക്ക് നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, അതുപോലെ സ്വർഗത്തിന് നിലനിൽപ്പുണ്ട്, സ്വർഗം ഒരിക്കലും നശിക്കൂല എന്ന് പറഞ്ഞാൽ, അതിൽ അള്ളാഹുവിന്റെ സിഫത്തിൽ ബഖാവ് എന്ന് പറയുന്നതായ അവന്റെ സെൽവിയ സിഫത്തിൽ പങ്കു ചേർക്കൽ വരുമോ ഇല്ലയോ? തുടക്കണ്ടെന്നുള്ളതല്ല, ഒടുക്കല്ല നമ്മൾ പറഞ്ഞത്. സ്വർഗത്തിനും നരകത്തിനും ഒടുക്കമില്ല, അള്ളാഹു തആലക്കും ഒടുക്കമില്ല. അപ്പൊ ശിർക്ക് വരൂലേന്നാ. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ജലബ മൗലവി അടക്കം അയാൾക്ക് എന്താ അഖീദ, അയാൾക്ക് എന്താണെന്നും കൂടി അറിയില്ല. എന്താണ് അഖീദ എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അയാൾക്കെന്നല്ല, അയാളിപ്പോൾ ലേശമൊക്കെ ഒരു സുന്നിയുടെ കൂട്ടത്തിലൊക്കെ ലേശമൊക്കെ അങ്ങനെ അതിലേക്ക് നടന്നുകൊണ്ട് ലേശമൊക്കെ അല്ലാത്ത കഥ പറയാനുമില്ല. എന്നിട്ടെന്താ പറയുക? അള്ളാഹുവിൻ്റെ സിഫത്തിലൊക്കെ പങ്കു ചേർക്കുകയാണ്. എന്താ അള്ളാഹുവിൻ്റെ സിഫത്ത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഏത് സിഫത്തിലാണ് അത് സൃഷ്ടികളെ? അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിനും, ചോദ്യം ഇതാ ആവർത്തിക്കുന്നു, സ്വർഗത്തിനും നരകത്തിനും ബഖാവുണ്ട്, അതൊരിക്കലും നശിക്കില്ല. അള്ളാഹു തആലാക്കും ബഖാവുണ്ട്, അതൊരിക്കലും അവനെ ഒരിക്കലും നശിക്കൂല എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കൽ വരൂലേ? ഒന്ന് അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൊണ്ടാണ്. അതെ, ശിർക്ക് വെക്കൽ വരില്ല എന്നുള്ള യാതൊരു സംശയമില്ല. നമ്മുടെ അഖീദ അങ്ങനെ ശരിയായ അടിത്തറയെന്നാണ് നമ്മുടെ അഖീദ എടുത്തു വരുന്നത്. നമുക്കതിൽ യാതൊരു കളങ്കവും ആവശ്യത്തിലില്ല. നമ്മൾ ഈ വിശ്വാസത്തെ എവിടെ പോയാൽ നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല, ദുനിയാവിലുള്ള ആഖിറത്തിലുമില്ല. അള്ളാഹു തആലാന്റെ ബഖാവ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ദാത്തിയ ബഖാണ്, അവന് സ്വന്തമായിട്ടുള്ളതായ ബഖാണിത്, അല്ലേ? അള്ളാഹു ബാക്കി എന്ന് പറഞ്ഞാൽ വേബക്ക വജൂർ റബ്ബിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലാന്റെ ബഖാവ് മറ്റാരെങ്കിലും കൊടുത്തിട്ട് കിട്ടുന്നതല്ല. അള്ളാഹു തആലാക്ക് ബഖാവ് വേറെ ആരെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയല്ല. അവൻ എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് അവന്റെ സത്തയിൽ തന്നെ അത് നിർബന്ധമായ കാര്യമാണ്, വാജിബാണ്. അത് വാജിബാണ്. എന്നാൽ ഈ സ്വർഗവും നരകവും നശിക്കാതിരിക്കുന്നത് അത് സ്വന്തമായിട്ട് അതിൻ്റെതായ പവർ കൊണ്ടാണോ? ഈ സ്വർഗത്തിന് നരകത്തിന് എന്തെങ്കിലും അതിന്റെ സത്തയുടെ ഭാഗമാണ് നശിക്കാതിരിക്കുക എന്നുള്ളതല്ല. അത് അള്ളാഹു തആല, ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ഇത്, അള്ളാഹു തആല ഇറാദത്ത് ചെയ്തത് കൊണ്ടാണ്. നശിക്കണ്ട എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് നശിക്കാതിരിക്കുകയാണ്. അപ്പോൾ വാജിബും ബിൽ ഗൈറാണത്. വാജിബും ബിൽ ഗൈർ ജായിസായിട്ടാണ് വരിക.
നമ്മൾ തുടക്കത്തിൽ ഹുക്കുമിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതൊക്കെ എന്താണ് ഇത് ഈ ആ മുഖദ്ദിമ പോൾ നമുക്ക് ആവശ്യമാണ്. ഹുക്കുമുകൾ 4 ഇനമാണ് അല്ലേ? ആദിയാദ്, അഖലിയാദ്, അതുപോലെ ശറയ്യാദ് ഹുക്കുമുകൾ. അഖലിയ ഹുക്കുമുകളാണ് ഉജൂബ്, ഇസ്തിഹാനത്ത്, ജായിസ്, വാജിബായ, മുസ്തഹിലാദ്, ജായിസായത്. അപ്പം വാജിബായത് വാജിബും ബിർദാത്തുണ്ട്, വാജിബും ബിൽ ഗൈറുണ്ട്. അള്ളാഹു താല ബാക്കിയാണെന്ന് പറഞ്ഞാൽ അത് ബിർദാത്ത് വാജിബ്. പക്ഷെ അവൻ്റെ സത്തയിൽ തന്നെ അത് നിർബന്ധമാണ്. അവൻ്റെ സത്തകൾ നോക്കുമ്പോൾ തന്നെ അവന് പിന്നെ ബക്കാ എന്നുള്ളത് നിർബന്ധമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ചിലതിനിക്ക് ബക്കാ ഉണ്ടാകുന്നുണ്ട്, അത് അതിന് സത്തയിലേക്ക് നോക്കിയിട്ടല്ല. അത് അള്ളാഹു താല അവിടെ നിലനിൽക്കട്ടെ എന്നുള്ള അള്ളാഹിന്റെ ഇറാദത്തുള്ളത് കൊണ്ടാണ് അതിന് നിലനിൽപ്പുണ്ടായത്. അതെന്തായി? അപ്പോൾ വാജിബും ബിൽ ഗൈർ സ്വന്തമായതല്ല, വേറൊരു അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് അതിങ്ങനെ നിലനിന്ന് പോകുന്നു. അങ്ങനെ വാജിബായതാണത്. ഈ 2 വാജിബും വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വാജിബും ബിൽ ഗൈർ ജായിസാണ്. എന്നുവെച്ചാൽ ജായിസ് എന്ന് വെച്ചാൽ ഉണ്ടാവുകയും ചെയ്യാൻ സ്വർഗ്ഗം നരകമൊക്കെ അള്ളാഹു തആല ഉണ്ടാക്കുകയും ചെയ്യും, ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് നിലനിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത്, സ്വർഗ്ഗം നരകം തുടങ്ങിയതായിരിക്കുന്ന 7 കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നത് അതെന്തുകൊണ്ടാണ്? അള്ളാഹു തആല ഇറാദത്ത് കൊണ്ട് അവൻ അങ്ങനെ നിലനിൽക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ആ ഉദ്ദേശം അല്ലെങ്കിലോ അത് നശിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ അതാ വ്യത്യാസം. ഇത് അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അള്ളാഹു തആല സമീആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു വലിയന് എന്തെങ്കിലും ദൂരത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു, ഒരു കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വലിയ അള്ളാഹു തആലയെ പോലെ ആയിന്നാണോ? ഇവരെ മനസ്സിലാക്കി, ഈ മൗലവിമാർ മുഴുവൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്. ഒരു അദൃശ്യമായ കാര്യം ഒരു വലിയ പറഞ്ഞാൽ ആലിമുൽ ഗൈബ് അള്ളാഹു അല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ഈ കാര്യം അങ്ങനെ ഗൈബ് അറിയാൻ പറ്റുക? ഗൈബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് അവൻ്റെ ബിദ്ദാത്ത് ഇൽമാണ്. അവൻ ആരും കൊടുക്കുന്ന ഇൽമല്ല, അള്ളാഹു തആല അവൻ്റെ ഇൽമ് അവൻ്റെ ദാത്തിൻ്റെ ഉജൂദിയ സിഫത്താണത്. എല്ലാം അവന് അതെന്ത് നിർബന്ധമാണ്? ദാത്തി സ്വയമായിട്ടുണ്ടാവുക എന്നുള്ളത് നിർബന്ധം എല്ലാത്തിനും. അപ്പോൾ വേറെ ആരെങ്കിലും ഒരു അദൃശ്യം അറിയുകയോ പറയുകയോ ചെയ്താൽ അതെന്താണ്? ബിൽ ഗൈറാണ്. അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അറിയുന്നത്. ബഖാ എന്നുള്ളത് സ്വർഗ്ഗത്തിനും നരകത്തിനും ലഭിക്കുന്നത് അതെന്തുകൊണ്ടാണ്? ബിൽ ഗൈർ വാജിബാണ്. അത് അള്ളാഹു തആല ഇറാദത്ത് ഉള്ളത് കൊണ്ട് അങ്ങനെ ബഖാ ലഭിച്ചു. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അറിയുകയോ ചെയ്യാൻ സാധിക്കുകയോ ചെയ്താൽ അള്ളാഹു തആല കൊടുക്കുന്ന കഴിവുകൾ കൊണ്ടാണ്, അത് സ്വന്തമായിട്ടുള്ളതല്ല. അതേത് നിമിഷത്തിൽ അള്ളാഹു തആലക്ക് പിൻവലിക്കാൻ സാധിക്കും. അതതിൻ്റെ വ്യത്യാസം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹ്ക്കും കഴിവുണ്ട്, നിങ്ങളെ ഔലിയാക്കൾക്കും കഴിവുണ്ട്, അള്ളയും കഴിവുണ്ട്, ഒരുപോലെയല്ല. ആ കഴിവ് അള്ളാഹു കൊടുത്തതാണ്. അത് അള്ളാഹു തആല ഏത് നിമിഷവും ഏത് സെക്കൻഡും പിൻവലിക്കാൻ സാധിക്കും, അത് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ആ കഴിവ് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് തന്നെയാണ് ആ കഴിവിൻ്റെ എല്ലാം പോകുന്നത്. പക്ഷെ അത് പ്രകടമാകുന്നത് ഈ സൃഷ്ടിയിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. കഴിവുകളൊക്കെ തന്നെ അള്ളാഹുലേക്കാണ് അതിൻ്റെ ആത്യന്തികമായിട്ട് അത് ചെന്ന് ചേരുന്നത്. അപ്പോൾ അതിലൊന്നും ശിർക്ക് വരില്ല. ഈ അടിത്തറ പിന്നെ വിശ്വാസപരമായിരിക്കുന്ന അടിത്തറ നാം ശരിയാക്കിയെങ്കിൽ തന്നെ ഇവരുടെ ഈ വിഡിത്തത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു തആല അവരെ ബുദ്ധിയെ എന്തോ ആക്കി കളിച്ചിട്ടുണ്ട്, വിദഗ്ധകാരനായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. എല്ലാം എന്താ പറയേണ്ടത്? അള്ളാഹു തആലാന്റെ എല്ലാ സിഫത്തുകളും അവൻ്റെ ദാത്തിയ സിഫത്താണ്. സത്തയിലേക്ക് നോക്കിയിട്ട് നിർബന്ധമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അത് പിന്നെ പേരിന് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു തആല അവർക്ക് കൊടുക്കണമെന്നുള്ള ഇറാദത്ത് കൊണ്ട് മാത്രം ലഭിക്കുന്നതാകുന്നു. അതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗ്ഗത്തിനും നരകത്തിനും ബഖാ ഉണ്ട്. ലൗഹനും പിന്നെ അതുപോലെ അർശനും കുർസിയിനും അർവാഹുകൾക്കും പിന്നെ ബക്കാവ് ഉണ്ട് എന്ന് നാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ബക്കാവൊക്കെ അള്ളാഹു തആല കൊടുത്തിട്ട് കിട്ടുന്ന ബക്കാവുകളാകുന്നു. അള്ളാഹുവിൻ്റെ ഇറാദത്ത് മുൻകടന്നത് കൊണ്ട് ലഭിക്കുന്നത് ആയ ബക്കാവുകളാകുന്നു. സ്വന്തമായ നിലയ്ക്കുള്ളതല്ല. അള്ളാഹുവിൻ്റെതാണെങ്കിൽ സ്വന്തമായ നിലയ്ക്കുണ്ടാകുന്ന ബക്കാവുന്നു. ഇതാണ് വ്യത്യാസം. പിന്നെ മലേഷ്യൻ കിതാബിൽ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ സിഫത്ത് വൽ ബക്കാവോ. അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അത് ഖിദമ് പറഞ്ഞു. രണ്ടാമത് ബഖാ ആകുന്നു. എന്താണ് ബഖാ എന്നുള്ളത്? വഹുവ ഇബാറത്തുൻ അൻ സൽബിൽ അദമിൽ ലാഹിഖിൽ വുജൂദി. എന്താണ് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്താണ് ബഖാ? ചോദ്യം ഉണ്ടാവും, ഞാൻ ചോദിക്കും, അപ്പം പറയണം. ഇബാറത്തുൻ അൻ സൽബിൽ അദമിൽ ലാഹിഖിൽ വുജൂദി. വുജൂദിനോട് അള്ളാഹു തആലക്ക് വുജൂദ് എന്ന് പറഞ്ഞല്ലോ, ആ വുജൂദിനോട് ചേർന്നുകൊണ്ട് ഇല്ലായ്മയെ എന്ത് ചെയ്യുക? നഫി ചെയ്യുക. സെൽബ് എന്ന് പറഞ്ഞാൽ നഫി എന്നർത്ഥം. സെൽബിൽ അതിന് ഇല്ലായ്മയെ ഇല്ലാതാക്കുക, ഇല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യുക? നഫി ചെയ്യുക, നിഷേധിക്കുക. അല്ലാഹിഖി ഇല വുജൂദി, വുജൂദിനെ തുടർന്നുണ്ടാകുന്ന ഉണ്ടായതിനു ശേഷം പിന്നെ അതിന് ഇല്ലായ്മ എന്നുള്ളത് എന്തില്ല, ഇല്ലായ്മ എന്നുള്ളതിനെ സെൽബ് ചെയ്യുക, നഫി ചെയ്യുക. ഇതാണ് ബഖാ. സെൽബിൽ ആദമി ഇല്ലായ്മയെ നീക്കിക്കളയുക. അല്ലാഹിഖി തുടർന്നുണ്ടാകുന്ന വുജൂദിനെ തുടർന്നുണ്ടാകുന്ന ഉണ്ടായതിനു ശേഷം പിന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കാണ് ആ അവസ്ഥ ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനാകുന്നു അള്ളാഹു തആലക്ക് ബഖാ ഉണ്ട് എന്നുള്ള ഇത്തിഖാദ്. വൈൻ ശീത്ത കുൽത്ത, വേണമെങ്കിൽ നിനക്ക് ഇങ്ങനെ പറയാം,
ഇബാറത്തുൻ അൻ അദ്മിൽ ആഖിരിയത്തി. അല്ലാഹു തആലക്ക് എന്തില്ല? ആഖിരിയത്തില്ല എന്ന് പറഞ്ഞാൽ ആഖിരിയത്തില്ല എന്ന് വെച്ചാൽ വുജൂദി, അവനുണ്ടാതിനിക്ക് അവസാനമില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ അർത്ഥം വെക്കാം. ബക്കാ എന്നുള്ളതിന് വുജൂദിനെ തുടർന്ന് അവന്റെ ആസ്തിക്യത്തെ തുടർന്നുണ്ടാകുന്ന ഇല്ലായ്മ ഇല്ലാത്തവൻ ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ അവന്റെ അസ്തിത്വത്തിനിക്ക് അന്ത്യമില്ല എന്നും പിന്നെ അർത്ഥം വെക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? കിതാബിൽ എത്ര പേജുണ്ട്? ഇപ്പം അങ്ങനെ പേജൊന്നും ഞാൻ ഒതിന്ന് എടുത്തിട്ട് ഇതിലേക്ക് പിന്നെ പേസ്റ്റ് ചെയ്തിട്ട് അടിക്കുന്നതാണ്. ഇത് പേജൊന്നുമില്ല. കിതമിൽ തൊട്ടടുത്തുള്ള തന്നെ അല്ലാഹു തആലക്ക് 20 സിഫത്ത് വാജിബാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വുജൂദ്, പിന്നെ കിതമ്, പിന്നെ ബക്കാ അടുത്തുള്ളതാണ്. അപ്പോൾ വൈൻ ഷീത്ത നിനക്ക് വേണമെങ്കിൽ കുൽത്ത എങ്ങനെ പറയാം? ഹുവ ആ ബക്കാ എന്നുള്ള ഇബാറത്തുൻ അൻ അദ്മിൽ ആഖിരിയത്തിൽ വുജൂദി, അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനിക്ക് അവൻ്റെ വുജൂദിനിക്ക് അന്ത്യമില്ല എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ്. വൽ ഇബാറത്താന ബി മാനൻ വാഹിദിൻ, രണ്ട് ഇബാറത്തും ഒരൊറ്റ അർത്ഥത്തിന് തന്നെയാണ്. രണ്ട് ഇബാറത്തും ഒരർത്ഥത്തിന് തന്നെയാകുന്നു. പിന്നെ ബാദുൽ അയിമ്മത്തി, എന്നാൽ ചില ഇനി എന്താണ് മുസന്നിഫ് അതിന് അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചിരിക്കേണ്ട അർത്ഥമാണ്. അവനുണ്ടാതിനിക്ക് അറ്റമില്ല, അൻ അദ്മിൽ ആഖിരിയത്തിൽ വുജൂദി, അവനുണ്ടാതിനിക്ക് അറ്റമില്ലാത്തത് അവസാനമില്ലാത്തത് എന്നൊരർത്ഥം. അല്ലെങ്കിൽ അവനുണ്ടാതിനിക്ക് ഒരു ഇല്ലായ്മ, അവനുണ്ടാതിനെ തുറന്നുകൊണ്ടൊരു ഇല്ലായ്മ വരാത്തത് അങ്ങനെ വെക്കാം. അവൻ്റെ അസ്തിത്വത്തിനിക്ക് അറ്റമില്ല അവസാനമില്ലാത്തത് എന്നും വെക്കാം. രണ്ടും ഒരർത്ഥമാണ് എന്ന് മുസന്നിഫ് പറയും. ഇനി മുസന്നിഫ് എന്ത് ചെയ്യാണ്? ചില അഭിപ്രായം, അതായത് ഇപ്പോൾ ചില കിതാബുകൾക്കുള്ള പ്രത്യേകതയാണ്. ചില കിതാബിലൊക്കെ എന്ത് പറയും? പ്രധാനപ്പെട്ട മസലകൾ മുഅ്തമദായിരിക്കുന്ന അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ചില കിതാബുകളിൽ എന്ത് ചെയ്യും? നമ്മുടെ അയിമത്തുകൾക്കിടയിലായിരിക്കും ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൽമു ഒന്നുകൂടി സമൃദ്ധമാക്കുവാൻ വേണ്ടി ചില അഭിപ്രായ വീക്ഷണ വ്യത്യാസങ്ങളെയും കൂടി പറയും. അത് ആ ശൈലിയാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് മുസന്നിഫ് പറയുന്നു, വബഅദുൽ അയിമത്തി, നമ്മുടെ ചില അയിമത്തുകൾ എന്ത് പറഞ്ഞു? യഖൂലു, അവർ പറയുന്നു, മാനൽ ബഖായി ഫി ഹഖ്ഖി തആല, അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് ബഖായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബഖായിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇസ്തിംറാറുൽ വുജൂദി ഫിൽ മുസ്തഖ്ബിലി, ഭാവിയിൽ അവൻ്റെ ആസ്തിക്യം സ്ഥിരമായിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. വരാനിരിക്കുന്ന കാലത്ത്, മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്ത്, ഇലാ ഗൈരി നിഹായത്തിന്, അറ്റമില്ലാതെ ഭാവിയിൽ അവൻ്റെ ആസ്തിത്വത്തെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക, അറ്റമില്ലാതെ തുറന്നുകൊണ്ടിരിക്കുക എന്ന് ചിലർ അർത്ഥം പറഞ്ഞു. സംഗതിയൊക്കെ ഒന്ന് തന്നെ കേട്ടോ, സംഗതിയൊക്കെ തന്നെയാണ്, ഒന്ന് തന്നെ, അതിലൊന്നും ഒരു വ്യത്യാസമല്ല. പക്ഷേ പദപ്രയോഗങ്ങളിൽ പിന്നെ ഒരു വ്യത്യാസം നമുക്ക് കാണാമെന്നോ, അർത്ഥത്തിൽ ആശയതലത്തിലെല്ലാം ഒന്നാണ്. എന്താ പറഞ്ഞത്? ഇസ്തിംറാറുൽ വുജൂദി ഫിൽ മുസ്തഖ്ബിൽ ഇലാ ഗൈരി നിഹായ, അറ്റമില്ലാതെ അനന്തമായ നിലക്ക് ഭാവിയിൽ അനന്തമായ അവൻ്റെ ആ ആസ്തിക്യം സ്ഥിരമായിക്കൊണ്ടിരിക്കുക. ഇസ്തിംറാറുൽ വുജൂദ് മുസ്തമിറാകുക, സ്ഥിരമായിരിക്കുക. പിന്നെ ഇതിൽ മുസ്തഖ്ബിൽ ഇലാ ഗൈരി നിഹായ, അറ്റമില്ല. കമാ അന്നൽ ഖിദമു എന്ന് പറഞ്ഞാൽ ഇതിൽ ഖിദമു എന്ന് പറഞ്ഞാൽ കമാ അന്നൽ ഖിദമാ ഫി ഹഖ്ഖി തആല, ഖിദമു എന്നുള്ളത് കമാ അന്നൽ ഖിദമ ഫി ഹഖ്ഖി തആല, അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് ഖിദമ എന്നുള്ളത് ഇസ്തിംറാറുൽ വുജൂദി ഫിൽ മാദി, കഴിഞ്ഞ കാലത്തിൽ. നമ്മളെന്താ പറഞ്ഞത്? ബഖാ എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിലിൽ, വരാനിരിക്കുന്ന കാലത്തിൽ അവൻ്റെ വുജൂദ് സ്ഥിരമായിക്കൊണ്ടിരിക്കുക എന്നാണെങ്കിൽ, ഖിദമു എന്ന് പറയുമ്പോഴോ കഴിഞ്ഞ കാലത്തിൽ അവനുണ്ടായത് അവൻ്റെ വുജൂദ്, അവൻ്റെ ആസ്തിക്യം സ്ഥിരമായിക്കൊണ്ടേയിരിക്കുക എന്ന് വെച്ചാൽ അത് ഇന്ന സ്ഥലത്ത് മുതൽ ഉണ്ടായി എന്ന് പറയരുത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇല്ല എന്നാണല്ലോ അർത്ഥം വരിക. അപ്പോൾ അതില്ലാതെ മാളി കഴിഞ്ഞ കാലങ്ങളിൽ അവൻ്റെ വുജൂദ്, അവൻ്റെ ആസ്തിക്യം സ്ഥിരമായിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥം അതിന് കൊടുക്കും പോലെ, ഭാവിയിൽ അവൻ്റെ ആസ്തിക്യത്തിനിക്ക് എന്തില്ല, ആ ആസ്തിക്യം സ്ഥിരമായിക്കൊണ്ടേയിരിക്കുക എന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹു തആല എന്തെന്ന് പറയുമ്പോൾ അള്ളാഹു ഖബല സമാനി വമഅ സമാനി വബഅദ സമാനി അങ്ങനെ പറയാം കേട്ടോ. ഒന്നിക്ക് എങ്ങനെ പറയുമ്പോൾ അള്ളാഹു തആലക്ക് സമയം കാലവും പിന്നെ ബാധകമേ അല്ല. കാനൂൻ, അതായത് സ്പേസ് ആൻഡ് ടൈമിൻ്റെ ആ പിന്നെ നിയമങ്ങൾക്ക്, കാനൂനിற்கு അള്ളാഹു തആല പിന്നെ വിധേയനല്ല എന്നങ്ങനെ പറയാം. സമയത്തിനും സ്ഥലത്തിനും അള്ളാഹു തആല വിധേയനല്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അള്ളാഹു തആല കാലത്തിൻ്റെ മുമ്പും കാലത്തോടുകൂടെയും കാലത്തിൻ്റെ ശേഷവും, സ്ഥലത്തിൻ്റെ മുമ്പും സ്ഥലത്തോടു കൂടെയും സ്ഥലത്തിന് ശേഷം ഒക്കെ അള്ളാഹുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥലത്തിലും കാലത്തിലും അള്ളാഹിനെ ഒതുക്കരുത്, അങ്ങനെ ഒതുക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സ്ഥലത്തിലും കാലത്തിലും ഒതുക്കരുത്. കാരണം സ്ഥലവും കാലമൊക്കെ ഉണ്ടാകുന്നത് സൃഷ്ടികളോട് അപേക്ഷിച്ചുകൊണ്ട് ഗോളങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് സമയം എന്ന് പറയുന്നത്. സ്ഥലം എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. അപ്പം അവൻ്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. കാരണം അല്ലാഹു തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു ഷൈഉമില്ല. ഇതാണ് അതിൻ്റെ ചുരുക്കം. അപ്പം ഇങ്ങനെ വെക്കാം. അപ്പം ബഖായി എന്നുള്ളത് ഭാവിയിൽ, മുസ്തഖ്ബിലിൽ വെച്ചാൽ ഭാവി, മാദി എന്ന് വെച്ചാൽ ഭൂതം, ഹാല് എന്ന് പറഞ്ഞാൽ വർത്തമാനം അല്ലേ? അങ്ങനെയല്ലേ? മൂന്നല്ലേ? ഭാവി, ഭൂതം, വർത്തമാനം. വർത്തമാനം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത്, ഇപ്പോഴുള്ള കാലഘട്ടം, ഈ സമയത്ത്.
ഭാവി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത്, ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. അപ്പം ഭൂതകാലത്തിൽ അവന്റെ സത്തക്ക് അവന്റെ വുജൂദ് അവന്റെ ആസ്തിക്യം സ്ഥിരമായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കിദമ് എന്നതുപോലെ ഭാവിയിൽ അവന്റെ വുജൂദ് നിലനിന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ബക്കായ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലാട്ടെ, വക്കാന്ന ഹാദിഹിൽ ഇബാറത്ത, വക്കാന്ന ഹാദിഹിൽ ഇബാറത്ത, ഈ ഇബാറത്ത് ആയതുപോലെയുണ്ട്. പിന്നെ എവിടെ വക്കാന്ന ഹാദിഹിൽ ഇബാറത്ത യജ്നഹു കായിലുഹ, അത് പറയുന്ന അയാളുടെ ഒരു ചെരിവ് ചായ്വ് ഇല അന്നൽ കിദമ വൽ ബക്കാ സിഫത്താൻ നഫ്സിയത്താനി, കിദമും ബക്കാവും നഫ്സിയ സിഫത്താണ് എന്നുള്ളതിലേക്ക് ഒരു ചായ്വ് ഉള്ള ആളുകളാണ് ഈ പറയുന്നത്. എന്താ നമ്മൾ പറയേണ്ടത്? അള്ളാഹുവിന്റെ സിഫത്ത് 4 ഐറ്റാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ, അല്ലേ? അള്ളാഹുവിന്റെ സിഫത്തുകൾ 20 സിഫത്തുകൾ 4 ഐറ്റത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നഫ്സിയ സിഫത്ത്, മറ്റൊന്ന് സെൽബിയ സിഫത്ത്, മറ്റൊന്ന് മാനിയ സിഫത്ത്, വേറൊന്ന് മാനവിയ സിഫത്ത്. ഇങ്ങനെ എത്രയാണ്? 4 ഐറ്റത്തിലാണെന്ന് പറഞ്ഞത്. മാനിയാത്, മാനവിയാത്, സെൽബിയാത്, നഫ്സിയാത്. നഫ്സിയ സിഫത്ത് എത്ര ഉണ്ട്? ആരെങ്കിലും പറയും. നഫ്സിയ സിഫത്ത് എത്ര ഉണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞു പോയ പാടാണ്. നഫ്സിയ സിഫത്ത് 1. ഏതാണ്? വുജൂദ് എന്നുള്ളത്, അല്ലേ? കാരണം എന്തുകൊണ്ട്? അള്ളാഹു താലാന്റെ അസ്തിത്വം, അവനുള്ളവനാകുക എന്നുള്ളത് തന്നെ. അതൊന്ന് മാത്രം. എന്തുകൊണ്ട്? അവന്റെ നഫ്സ്, അവന്റെ സത്ത തന്നെയാണ് അവന്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ. വുജൂദ് അവിടെ ഒഴിവാക്കിയാൽ പിന്നെ അള്ളാഹു താല ഇല്ലല്ലോ. പിന്നെ വുജൂദ് എന്നുള്ളത് അവിടെ ഒഴിവാക്കിയാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ വുജൂദ് എന്നുള്ളത് അവന്റെ നഫ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് നഫ്സിയ സിഫത്ത് എന്ന് പറയാൻ കാരണം. എന്നാൽ ഈ കിദമും ബക്കാവും എന്നുള്ളത് എന്തിനാണ്? അതും വുജൂദ് പോലെ നഫ്സിയ സിഫത്താന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരാണ് എന്ത് പറയുന്നത്? വുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാന്റെ ആസ്തിക്യം, കിദം എന്ന് പറഞ്ഞാൽ ആ വുജൂദ് കഴിഞ്ഞ കാലത്തിൽ സ്ഥിരമായി കൊണ്ടേയിരിക്കുക. ബക്കാവ് എന്ന് പറഞ്ഞാലോ അവന്റെ ആ വുജൂദ് എന്ന് പറഞ്ഞ സിഫത്ത് ഭാവിയിൽ തുറന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ വുജൂദ് തന്നെയാണ് എന്താകുന്നത്? ഒന്ന് പിന്നെ ആ വുജൂദിന്റെ സ്ഥിരത ഭാവി കാലത്തിലാണെങ്കിൽ അതിന് കിദമ്, അതിന് ബക്കാവ് എന്ന് പറയും. ഭൂതകാലത്താണെങ്കിൽ അതിന് കിദമ് എന്ന് പറയും. അപ്പോൾ വുജൂദ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് 2 കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മാറുന്നു എന്നുള്ളതോ വുജൂദ് എന്നുള്ളതിന് നഫ്സിയ സിഫത്ത്, അതുപോലെ കിദമും ബക്കാവും എന്നുള്ളതും നഫ്സിയ സിഫത്ത് തന്നെയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. പക്ഷേ അത് ശരിയല്ല നമ്മൾ പറയുന്നത്. പിന്നെ കൂടുതൽ ഇതുമായിട്ടുള്ള ഈ ഖിലാഫുമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ എന്നോട് സ്വന്തം ആന്തരിക്ക് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഞാൻ വിശദീകരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പൊതു ക്ലാസ്സിൽ അത് കൂടുതലായി വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. അതല്ലാട്ടെ, പിന്നെ വഹാദൽ മദ്ഹബു, ഞാൻ ഒന്നുകൂടെ അർത്ഥം വെക്കാം. വക്കാന്ന ഹാദിഹിൽ ഇബാറത്ത, ഈ ഇബാറത്ത് ആയതുപോലെ ഏത്? പിന്നെ ബക്കാവ് എന്നുള്ളതും അതുപോലെ തന്നെ കിദമ്, അള്ളാഹുവിൻ്റെ ബക്കാവും കിദമും എന്താകുന്നു? നഫ്സിയാനെ അത് പിന്നെ ഒന്ന് കിദം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് അവന്റെ വുജൂദ്, അവന്റെ ആസ്തിക്യം തുറന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞവരുടെയും, അതുപോലെ ബക്കാവ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് അവന്റെ അസ്തിത്വം സ്ഥിരമായി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞവരുടെ ചായ്വ് എങ്ങോട്ടാണ്? യജ്നഹു കായലു, ഇത് പറഞ്ഞവർ ചായുന്നുണ്ട്. ഇല അന്നൽ കിദമവൽ ബക്കാ സിഫത്താനി നഫ്സിയത്താനി, കിദം ബക്കാവും നഫ്സിയ സിഫത്താണ്. ലിഅന്നഹുമാ ഇൻദഹുൽ വുജൂദുൽ മുസ്തമിറു ഫിൽ മാദി വൽ മുസ്തഖ്ബിൽ. എന്തുകൊണ്ട്? ഈ കിദമും ബക്കാവും ഈ പറയുന്ന ആളുകൾക്ക് കിദമ് ബക്കാവ് എന്ന് പറഞ്ഞാൽ അൽ വുജൂദുൽ മുസ്തമിർ, വുജൂദ് മാത്രമേ ഉള്ളൂ. അൽ മുസ്തമിറു ഫിൽ മാദി, ഒന്നുകിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്ഥിരമായി കൊണ്ടിരിക്കുന്ന വുജൂദ് അഥവാ കിദമ്, വൽ മുസ്തഖ്ബിലി അല്ലെങ്കിൽ ഭാവിയിൽ തുറന്നുകൊണ്ടിരിക്കുന്ന അവന്റെ അസ്തിത്വം അഥവാ ഏത്? ബക്കാവ്. വൽ വുജൂദ് എന്നുള്ളത് നഫ്സിയ സിഫത്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലിഅദിബി തഹഖുഖി ദാത്തി ബിദൂനി. എന്തുകൊണ്ട് നഫ്സിയ സിഫത്ത് എന്ന് പറയാൻ കാരണം? നഫ്സി എന്ന് പറയാൻ കാരണം അതില്ലാതെ കണ്ട് ദാത്ത് ഉണ്ടാവില്ല. അള്ളാഹു തആലാക്ക് വുജൂദ് എന്നുള്ളതിന് ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ദാത്തില്ലല്ലോ. അവന്റെ അസ്തിത്വം തന്നെയാണ് അവന്റെ സത്തയും. അതുകൊണ്ട് പിന്നെ ഈ വുജൂദ് എന്നുള്ളത് അവന്റെ നഫ്സിയ സിഫത്താകുന്നു. ആ വുജൂദ് തന്നെയാണ് കിദമു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലഘട്ടത്തിലായിരിക്കുന്ന വുജൂദായി. ബക്കാവ് എന്ന് പറയുമ്പോഴോ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അത് നിലനിൽക്കുന്നു എന്നാണ് സംഗതി. ഇവിടെ വുജൂദ് തന്നെ ഉള്ളൂ. വുജൂദാണ് നഫ്സിയ സിഫത്തുമാണ്. അതുകൊണ്ട് കിദമും ബക്കാവും നഫ്സിയ സിഫത്താണ്, സെൽബിയ സിഫത്തല്ല എന്ന് പറഞ്ഞ ആളുകളുടെ അഭിപ്രായം മുസ്തനിഫ് ഒന്ന് പറഞ്ഞത് മാത്രം. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ അവസാനം മുസ്തനിഫ് പറയുന്നത് മുഹത്തമദ്, അതായത് സഹിയായ അഭിപ്രായം ഏത് മാത്രമാകുന്നു? അത് നഫ്സിയ സെൽബിയ സിഫത്താണ് കിദമു ബക്കാവ് എന്നുള്ളത്. അതാണ് നമ്മൾ പറയുന്നത്. വഹാദൽ മദ്ഹബ്, ഇനി മുസ്തനിഫ് പറയാണ് വഹാദൽ മദ്ഹബു ദഈഫുൻ, ഈ പറയപ്പെട്ടത് എന്തല്ല പിന്നെ അത്ര പ്രബലമായിരിക്കുന്ന ഒരു കൗലല്ല. ഏത്? ഈ പറഞ്ഞത് വഹാദൽ മദ്ഹബു കിദമു ബക്കാവ് എന്നുള്ള അള്ളാഹുവിൻ്റെ 2 സിഫത്ത് അത് നഫ്സിയ സിഫത്താണ്. വുജൂദ് പോലെ നഫ്സിയ സിഫത്താണ് പറഞ്ഞത്. ദഈഫുൻ, ബലഹീനമാണ്, ബാലിശമാണ്. ലിഅന്നഹുമാ ലൗ കാനതാ നഫ്സിയതൈനി, എന്തുകൊണ്ട്? കിദമും ബക്കാവും നഫ്സിയ സിഫത്താണെങ്കിൽ ലസിമ അല്ലാ തൂഖല ദാതു ബിദൂനിഹ, അള്ളാഹുവിന്റെ സത്ത ഇത് കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അങ്ങനല്ലോ അള്ളാഹു തആലാനെ നമ്മൾ അള്ളാഹു മൗജൂദാന്ന് പറയുമ്പോൾ ആ മൗജൂദിനോട് കൂടെ അള്ളാഹു ഖദീമാണ്, ബാക്കിയാണെന്നുള്ളത് അപ്പോൾ കിട്ടൂല, അപ്പം തന്നെ കിട്ടൂല. അത് പിന്നെ നമ്മൾ വേറെ തെളിവുകൊണ്ട് സ്ഥിരപ്പെടുത്തുമ്പോഴാണ് അള്ളാഹു തആല ഖദീമാണെന്നും അള്ളാഹു തആല ബാക്കിയാണെന്നുള്ള സിഫത്ത് വരുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ദാത്ത് പറയുമ്പോൾ കൂടെ വരുന്നതാണ് നഫ്സിയ സിഫത്ത് എന്ന് പറയാം. അള്ളാഹു തആല ഉണ്ട് എന്ന് പറയുമ്പോൾ അവന് മൗജൂദാന്ന് മനസ്സിലായി. അപ്പോൾ വുജൂദ് എന്നുള്ളത് നഫ്സിയ സിഫത്താണ്. പിന്നെ ഏത് നഫ്സിയ സിഫത്താവുന്നില്ല? അള്ളാഹു ഖദീമാണെന്നുള്ളത് വേറെ തെളിവാണ്. നമ്മളിപ്പോൾ അള്ളാഹു തആല ഉണ്ട് എന്നുള്ളതിന് നിരീശ്വരവാദികളൊക്കെ എന്ത് പ്രചരിപ്പിക്കുന്നത്? ദൈവം എന്ന് പറയുന്നത് എന്താകുന്നു? അത് വിശ്വാസികളുടെ ഹൃദയത്തിൽ മാത്രം
ജീവിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു സാധനം തന്നെയല്ല, ഒരു സങ്കല്പം മാത്രമാണ്. നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഇവിടെ സമർത്ഥമായിട്ട് ആർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. പിന്നെ മൂർത്തമായ തെളിവുകൾ എന്തായാലും ഇപ്പം ഇന്നത്തെ പിന്നെ ലോക യുക്തിവാദികളുടെ നേതാവാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഏതോ വലിയൊരു പൊട്ടന. ഒരു ഫൽസഫ എന്താണെന്ന് പോലും ചങ്ങായിക്കാറില്ല. ഫൽസഫ എന്നിട്ട് പിന്നെ ഈ ദൈവിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയതിനൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് വിവരമില്ലാത്ത കുറേയൊക്കെ എഴുതി വിടുന്ന വലിയ ആളാണ് ഇപ്പോൾ ഡോക്കിൻസ് എന്ന് പറഞ്ഞ ഇവരുടെ വലിയ നിരീശ്വരവാദിയുടെ നേതാവ്. അയാൾക്ക് പോലും പിന്നെ അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട് വ്യക്തമായി ഇല്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ട് എന്നുള്ളതും തെളിവൊന്നുമില്ല, കാണുന്നില്ല എന്നുള്ള അയാൾ പറഞ്ഞ എന്താണ് മൂർത്തമായ തെളിവൊന്നുമില്ല. ദൈവം ഉണ്ടെന്നുള്ളത് മൂർത്തമായ തെളിവ്. ദൈവം എന്നുള്ളത് മൂർത്ത ആണെങ്കിലല്ലേ മൂർത്തമായ തെളിവിന് കൊടുക്കാൻ പറ്റുള്ളൂ. മൂർത്തം എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ ഇവിടെ ഒരാൾ ഇപ്പോൾ ക്ഷയരോഗിയാണെന്നുള്ളത് പിന്നെ തെളിവെന്താ? അയാളൊന്ന് പിന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, പരിശോധിച്ചാൽ ഒരാൾക്ക് അറിയാൻ സാധിക്കും ഒരാൾ ക്ഷയരോഗിയാണോ അല്ലേ എന്നുള്ളതൊക്കെ. ശരിക്കും പരിശോധിച്ചിട്ട് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരാൾക്ക് പിന്നെ ഒരാൾ മനസ്സിൽ കിബിറുണ്ട്, ഹസദുണ്ട്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ്, ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റെറസ്കോപ്പ് വെച്ചോ കിട്ടുന്നത് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കിബറനാണ്, അഹങ്കാരിയാണെന്നുള്ളത് അതൊക്കെ മായനകളാണ്. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാതെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് അതീതമായി നിൽക്കും നമ്മുടെ ദൃഷ്ടിപ്പെട്ടോണമെന്നില്ല, അതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കണം. ബുദ്ധിക്കും യുക്തിക്കും നീതി പുലർത്തുന്ന ഒരുത്തനും യുക്തിവാദിയോ നിരീശ്വരവാദിയാൻ കഴിയില്ല. അത് വളരെ ഷുവറാണ് കാര്യം. ഏതായാവട്ടെ, അപ്പം അള്ളാഹുവിൻ്റെ വുജൂദ് എന്നുള്ളത് നഫ്സിയാ സിഫത്ത. അതുപോലെ ഖിദമും ബക്കാവും നഫ്സിയാ സിഫത്ത എന്ന് പറഞ്ഞ അഭിപ്രായം വളരെ ബലഹീനമാണെന്നുകൊണ്ട് അള്ളാഹു എന്ന് പറയുമ്പോൾ ആ കൂടെ എന്ത് വരുന്നുണ്ടോ അത് മാത്രമേ നഫ്സിയാ സിഫത്താവുള്ളൂ. അള്ളാഹു എന്ന് പറയുമ്പോൾ ഖദീമാണ് എന്നുള്ളത് കൂടെ വരുന്നില്ല, അത് വേറെ തെളിവുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു എന്ന് പറയുമ്പോൾ അവന്റെ വുജൂദിൽ കവിഞ്ഞുകൊണ്ട് അവൻ ബാക്കിയാണ് എന്നുള്ളത് കൂടി അവിടെ വരുന്നില്ല. പക്ഷെ അത് നിർബന്ധമാണ്, സംഭവം അത് ഉണ്ടാകുന്നുണ്ട് ഉറപ്പന്നെ. പക്ഷേ നമ്മുടെ അഖിലിൽ, നമ്മുടെ ദഹിനിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ ആ അള്ളാഹു എന്ന് പറയുമ്പോൾ അവൻ ബാക്കിയാണെന്നും കൂടി വരാത്തത് കൊണ്ട് അതിനെ എന്തിൽ പെടുത്താൻ പാടില്ല? നഫ്സിയാ സിഫത്തിൽ പെടുത്തരുത്, അത് സെൽബിയാ സിഫത്തിൽ പെടുത്തിയാൽ മതി. ഇതാണ് നമ്മുടെ മുസ്ലിം റഹിമഹുള്ള പറഞ്ഞത്. ശരിക്കും പിന്നെ പോട്ടെ, അതാ പിന്നെ അതാ എന്തുകൊണ്ട് വഹാദൽ മദ്ഹബു ദഈഫുൻ ലിഅന്നഹുമാ ലൗ കാനതാ നഫ്സിയതാനി ലസിമ അല്ലാ തുഖല ദാതു ബിദൂനിഹിമാ. അത് നഫ്സിയാണെങ്കിൽ ആ ദാത്ത് ഇത് രണ്ടും അള്ളാഹുവിന്റെ സത്ത ഇത് രണ്ടും ഇല്ലാതെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. വദാലിക ബാത്തിലുൻ, അങ്ങനെ സാധിക്കാതെ വരും എന്നുള്ളത് എന്താണ്? ബാത്തിലാണ്. എന്തുകൊണ്ട്? ബിദലീലി. അതാ വദാലിക ബാത്തിലുൻ, ഇത് കൂടാതെ കണ്ട് അള്ളാഹു തആല ഖദീമാണെന്നും അള്ളാഹു ബാക്കിയാണെന്നും മനസ്സിലാക്കാതെ തന്നെ അള്ളാഹിനെ മനസ്സിലാക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞത് ബാത്തിലാണ്. ബിദലീലി, തെളിവ് കൊണ്ട്. അന്നദാത്ത യോക്കലി വുജൂദുഹ. അന്നദാത്ത അവിടെ പേസ്റ്റ് ചെയ്തേലേ മാറിപ്പോയിട്ട് കേട്ടോ, ചെറിയ പേസ്റ്റിങ്ങിൽ എന്താണ് ഇങ്ങോട്ടും താഴെ വരി മേലുള്ള ഒരു താഴേക്കും. വദാലിക ബാത്തിൻ ബിദലീലി അന്നദാത്ത യോക്കലി വുജൂദുഹ. അള്ളാഹുവിന്റെ സത്ത അതിന് വുജൂദ്, അതിന്റെ ആസ്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുമ്മ യുത്ലബുൽ ബുർഹാനു അലാ വുജൂബി ഖിദമിഹ വ ബഖായ. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് പിന്നെ അള്ളാഹു തആല ഖദീമാണെന്നും അള്ളാഹു തആല സത്ത ഖദീമാണെന്നും സത്ത ബാക്കിയാണെന്നുള്ളതിന് തെളിവ്, അത് നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് പിന്നീട് നമ്മൾ തെളിയുന്നത്. അപ്പോൾ അള്ളാഹു തആല ഉണ്ട് എന്നുള്ള തെളിവ് നമ്മൾ ഒരുപാട് തെളിവുകൾ നമുക്ക് നിരത്തിയിട്ട് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. പിന്നീടാണ് നമുക്ക് വേറെ തെളിവുകളെ കൊണ്ടാണ് അള്ളാഹു തആല ആ സത്ത തന്നെ ഖദീമാണെന്നും ബാക്കിയാണെന്നുള്ളതിന് നമ്മൾ തെളിവ് പിന്നെയാണ് കൊണ്ടുവരുന്നത്. അത് രണ്ടും രണ്ട് സംഗതിയാണ്. നമ്മുടെ രണ്ട് സംഗതി വെച്ചാൽ നാം അള്ളാഹുവിൻ്റെ ദാത്തിനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഉണ്ട് തെളിയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഖദീമാണെന്നും ബാക്കിയാണെന്നും തെളിയില്ല. അതിന് വേറെയും കൂടി തെളിവ് ചേർക്കുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് അത് നഫ്സിയാ സിഫത്തിലായിട്ട് എണ്ണാൻ സാധ്യമല്ല, സെൽബിയാ സിഫത്തിൽ എണ്ണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്നോട്ടെ. നമുക്ക് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ദർസിലെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഖിദം എന്ന സിഫത്തുള്ളത് പോലെ തന്നെ അവനക്ക് ബഖായ് എന്ന് പറയുന്ന സിഫത്തുണ്ട്. എന്താണ് ബഖായ് എന്ന് പറഞ്ഞാൽ? അവൻ നിലനിൽക്കുന്നതിന് യാതൊരു അറ്റവുമില്ല. അദ്മിൽ ആഖിരിയ, അവൻ്റെ അവസാനം, അവൻ്റെ നിലനിൽപ്പിന് വുജൂദിനിക്ക് ഒരു അറ്റമില്ല, അവസാനമില്ല എന്നൊരർത്ഥമാണ് ബഖായ് എന്നുള്ളതിന്. ഒന്നത് മനസ്സിലാക്കി. രണ്ടാമത് പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ ബഖാവും സൃഷ്ടികൾ ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ട്, നാശമില്ലാതെ ബാക്കിയാവുന്നുണ്ട് എന്നുള്ളത്. ആ ബക്കാവും അള്ളാഹുവിൻ്റെ ബക്കാവും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന് ഏത് സിഫത്ത് വ്യത്യാസമുണ്ട്?
അള്ളാഹുവിൻ്റെ ഏത് സിഫത്തും സൃഷ്ടിയുടെ സിഫത്തും തമ്മിൽ ഒക്കെ വ്യത്യാസമുണ്ട്, അതുറപ്പ് തന്നെ. പക്ഷേ സ്വർഗം നിറയ്ക്കും അള്ളാഹുവിടെ ഇവിടെ അവശേഷിക്കും, അതുപോലുള്ള 6 വസ്തുക്കൾ അവശേഷിക്കുമെന്ന് പറയുന്ന ആ ബക്കാവും അള്ളാഹുവിൻ്റെ ബക്കാവും തമ്മിൽ എന്താ വ്യത്യാസം? അള്ളാഹുവിൻ്റെ ബക്കാവ് ദാത്തിയാണെന്ന് വെച്ചാൽ അവരുടെ സത്തക്ക് തന്നെ അത് നശിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ സ്വർഗം നരകം അടക്കമുള്ളതായിരിക്കുന്ന വസ്തുക്കൾക്ക് നാശമില്ലാതിരിക്കുക എന്നുള്ളത് അള്ളാഹു തആല നശിക്കരുത് എന്നുള്ള ഇറാദത്ത് ഉള്ളത് കൊണ്ടാണ് അതിന് നാശമില്ലാതിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അത് ശരിയായി നൽകി മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بك يحتاج أوذات كوصف داني أي أنه ذات تعالى غنية عن فاعل موصوفة بمعاني هو واجد في ذاته وصفاته وفعاله ما أن له من ثاني. اللهم صل وسلم وبارك على سيدنا